ഹലോ. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഏട്ടൻ ജിമ്മിൽ പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടാ. അപ്പൊ അത് അടുക്കളയിൽ കയറി ഞാൻ പതിവ് പോലെ തന്നെ നമുക്ക് ഏട്ടന് ഓട്സ് പുട്ട് ഉണ്ടാക്കാം, ഞങ്ങൾക്ക് ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓട്സ് പുട്ട് ഉണ്ടാക്കാം, ഏട്ടനൊരു കൂട്ട് വേണമല്ലോ കഴിക്കുമ്പോൾ. പിന്നെ അപ്പൂസിനും പൊന്നുസിനും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയതല്ല കേട്ടോ, ഞാൻ മേടിച്ചതാണ് കേട്ടോ ചപ്പാത്തിയുടെ പാക്കറ്റ്. അപ്പോൾ അത് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ഞാൻ ഉരുളൻകിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളൻകിഴങ്ങ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ വെച്ചാൽ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കില്ലേ ഉരുളക്കിഴങ്ങ് മസാല, അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തി വേഗം ചുട്ടെടുക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഓട്സ് പുട്ടും സൈഡിലായിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഏട്ടനാണ് കേട്ടോ ആദ്യം പോണ്ടത്. അത് കാരണം ഏട്ടന് വേഗം ഞാൻ ഉണ്ടാക്കി, ഒരു ചെറിയ കഷ്ണം എനിക്ക് ഉണ്ടാക്കി, പിന്നെ ഒരു വലിയ കഷ്ണം ഏട്ടനും ഉണ്ടാക്കിയിട്ടാ. അങ്ങനെ ഞാൻ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഇട്ടു. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, റെസിപ്പി ഞാൻ പറയുന്നില്ല കേട്ടോ. അതിലേക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ചപ്പാത്തി ഞാൻ അപ്പൂസിനും മുന്നൂസിനും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഞങ്ങളിത് ഓട്സ് പുട്ട് കഴിക്കുന്നത്, എനിക്ക് വേണമെങ്കിൽ ചപ്പാത്തി കഴിക്കാം, പക്ഷേ ഞാൻ ഏട്ടനൊരു കൂട്ടിന് വേണ്ടിയിട്ട് ഓട്സ് പുട്ടായിട്ട് എടുത്തത്. ഏട്ടന് ചപ്പാത്തി അലർജി കാരണമായിട്ടാണ് ഞാൻ ഓട്സ് പുട്ട് ഉണ്ടാക്കിയത് ഏട്ടന് വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കോഴിമുട്ട വേവിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ പ്രോട്ടീൻ വേണമല്ലോ ജിമ്മിൽ പോകുമ്പോൾ, അപ്പോൾ കോഴിമുട്ട മസ്റ്റായിട്ടും കഴിക്കാനാട്ടാ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏട്ടൻ്റെ ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറാൻ പോകണം കേട്ടോ. അപ്പൂസും പൊന്നൂസും ചപ്പാത്തിയും പൊട്ടറ്റോ കറി ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ ദേ ഏട്ടനെ പോയി യാത്രയായിട്ടുണ്ട്. പോണ നേരത്തെ ഇതുപോലത്തെ ഒരു മിനുക്ക് പണി എനിക്ക് പതിവുള്ളതാണ് കേട്ടോ. അപ്പൊ ഏട്ടൻ പറഞ്ഞു എനിക്ക് സമയമായി, എന്നെ വീട് ഞാൻ പോട്ടെന്നൊക്കെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഗേറ്റൊക്കെ തുറന്നു കൊടുത്ത് ഏട്ടൻ പോകാൻ നിൽക്കുന്നത്. ചെറിയൊരു ചാറ്റൽ മഴയുള്ള കാരണം ബൈക്ക് എടുത്തില്ല, അപ്പൊ കാർ എടുത്ത് പോയിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങനെ കാറിലായിട്ടാ പോണത്. അങ്ങനെ ഗേറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് കയറി വന്നു. അപ്പോഴായിട്ട് ഏട്ടൻ്റെ വണ്ടി നിറയെ വെള്ളമായിട്ട് ഇരിക്കണ കണ്ടത്. അപ്പൊ അതൊന്നും തുടയ്ക്കാന്ന് വിചാരിച്ചു. പൊന്നൂസിന് സ്കൂളിൽ പോണ സമയമായിട്ടുണ്ട്. പൊന്നൂസിന് ഇന്ന് സ്കൂളിൽ ഓണാഘോഷമാണ്. അപ്പൊ പൊന്നൂസിന് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞ് കളിക്കാൻ ഇട്ട് അങ്ങനെ വണ്ടിയിൽ കയറിപ്പോയി. പിന്നെ ഞാനും അപ്പൂസ് യാത്രയായിട്ട് അപ്പൂന്റെ സ്കൂളിൽ ഓണാഘോഷമുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലേക്ക് എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ പൊന്നൂസ് സ്കൂളിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.